ഈയിടയ്ക്ക് ഇപ്പം നമ്മള് റിസ്ക് ആയിട്ടുള്ളൊന്നും ഇപ്പൊ ചെയ്യാറില്ല എങ്കിലും ശരി തന്നെ. ഈയിടയ്ക്ക് നമ്മളൊരു മതില് മറിച്ചായിരുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരവാദിത്തം ഫുള്ളും ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവർക്കുള്ള നമ്മൾ ചെയ്തു കൊടുക്കും, അതിന് എന്തിനായാലും. അപ്പം ഇന്നിപ്പം ഒരു മരം മുറിച്ചിട്ടപ്പോഴത്തേക്ക് മതില് മറിഞ്ഞ്. അപ്പൊ അവിടുത്തെ ഒരു ആന്റിയാണ്. അപ്പൊ നമ്മള് പയ്യന്മാരായിട്ട് നമ്മുടെ അടുത്തൊക്കെ സ്നേഹം എന്നിട്ട് പറഞ്ഞു മോനെ ഇത് എന്തിനാടാന്ന് ചോദിച്ചു. സംഭവത്തിലേ നമ്മള് പറ്റത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമേ പറഞ്ഞു പറ്റത്തില്ല, അല്ല മതില് കെട്ടാൻ പറ്റത്തില്ലെന്നല്ല, ആ മരം മുറിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞായിരുന്നു അതിന്റെ ഒരു കല്ലൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മള് ധൈര്യമായിട്ട് മുറിച്ച്. ഇതേ മഴ നനഞ്ഞ് കോവുന്നിരിക്കും, സ്ട്രോങ് അല്ലായിരുന്നു. പൊട്ടും കേട്ടോ. ഓല ഒന്ന് അടിച്ചേ ഉള്ളൂ. അവര് തന്നെ അടിച്ചപ്പോഴത്തേക്ക് മതിൽ പൊളിഞ്ഞു. പക്ഷേ അല്ല പക്ഷെ വേറെ നമ്മൾ ഏത് പരിപാടിയിൽ നമ്മൾ എടുക്കും. ഞാനും അവനും കൂടി രാവിലെ പോയി മണ്ണ് സിമെന്റും എല്ലാം എടുത്ത് കല്ലെല്ലാം എടുത്ത് രാവിലെ തൊട്ട് 12 മണിയാകുമ്പോ കെട്ടിത്തീർന്നവര്. ശമ്പളം കൊടുത്താൽ നമുക്ക് പണി അറിയാം. നമുക്ക് ആ പണി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അന്ന് നമുക്ക് 500 രൂപ വെച്ച് കിട്ടി. എനിക്ക് 500 കിട്ടി, അവന് 500 കിട്ടി. ആ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. വൃത്തിയായിട്ട് ആ പണി ചെയ്ത് കൊടുത്തതുകൊണ്ട് അവര് തന്നെ മറ്റൊരാളുടെ അടുത്ത് പറയും സംഭവിച്ചു കഴിഞ്ഞാല് ഇന്ന ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ആദ്യം കെട്ടിയത് സിമെന്റ് ഒന്നും ഇല്ലായിരുന്നു, വെറുതെ തടിയൊന്നും തട്ടിയില്ല, ഓല പോയി തട്ടി. ഓല അടിച്ചേ ഉള്ളൂ. ഓല അടിച്ചാൽ പറഞ്ഞു. അവര് തന്നെ അതിശയപ്പെട്ടു പോയി. ഈ ഓല അടിച്ചിട്ട് തടി അത്രത്തോളം വില കുറവായിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇനിയുള്ള ഒരു വലിയ ആഗ്രഹം എന്തായിരിക്കും? ഇനി ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹം ഒറ്റൊരാഗ്രഹമുള്ളൂ. ഇത്രയും നാള് നമ്മള് ഈ ചാനലിലും അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു ഫിലിമിന്റെ അകത്ത്, അത് ഏതോ ആവട്ടെ, ഏതെങ്കിലും ഒരു ഫിലിമിന്റെ അകത്ത് നമ്മളെ ഫേസ് കാണിച്ചില്ലെങ്കിൽ ശരി തന്നെ നമുക്ക് നമ്മളെ സജീവണ്ണ വിളിയിൽ ഏതെങ്കിലും ഒരു ഫിലിമിന്റെ അകത്ത് ഒരു മുറിപ്പ്. പൈസ ഒന്നും വേണ്ട, പേയ്മെന്റ് അത് ഇപ്പോഴും പറയാനേ, പേയ്മെന്റ് 1 രൂപ വേണ്ട, നമ്മൾ അവിടെ പോയി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു മരമുറിപ്പിന്റെ സീൻ വരും, മരമുറിപ്പിന്റെ ഒരു സീൻ വരുമ്പോഴത്തേക്ക് അതിൽ ജസ്റ്റ് മരമുറിപ്പ് നമുക്ക് ഡയലോഗ് ഒന്നും വലിയ ഉണ്ടെങ്കിൽ അവർക്ക് പൈസ ഒന്നും വേണ്ട. ഒരു സിനിമയില് ഡെയിലിത്തെ ജോലി എന്താണ് അത് കാണിക്കാം. ഒരു സിനിമയ്ക്കകത്ത് ഒരു ഷോട്ട് വരുന്ന എനിക്ക് ഒരു വീട്ടിൽ നിൽക്കുന്ന മരം മുറിച്ചു കൊടുക്കുന്ന ഒരു സീൻ, അതിന്റെ അകത്ത് നമ്മളെ ഫേസ് ഒന്നും കാണിച്ചില്ല ശരിയാണ്. ആ ഒരു ഷോട്ടിൽ മരം മുറിക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ നമ്മളെല്ലാരും കൂടി ഒന്ന് വർക്ക് ചെയ്യുന്ന ആ ഒറ്റ ഷോട്ടായാലും മതി. അതേ ഉള്ളൊരു ആഗ്രഹം. അല്ലാതെ ഡയലോഗ് 10 സെക്കൻഡ് ആയാലും മതി, ഡയലോഗ് ഒന്നും വേണ്ട. സജീവണ്ണായാലും നമ്മക്കായാലും ജസ്റ്റ് വിളിയൊന്ന് വിളിച്ചേ സജീവണ്ണനെ. എന്നാ സജീവണ്ണ തുടങ്ങാമെങ്കിൽ പിന്നെ പോവാങ്കി ഓക്കെ. മറ്റേ ഈ ടൈമിന്റെ സീൻ എന്താണ്? ടൈം എങ്ങനെയാണ് ഈ ചോദ്യം? അത് സംഭവം എന്ന് വെച്ചാൽ അത് 2ാമത്തെ 3ാമത്തെ വീഡിയോ ആണ്. ആ വീഡിയോക്കകത്തെ അത് എന്റെ കണ്ടന്റാ. സംഭവം എന്താണെന്നറിയോ, ഈ പുള്ളിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മളെ കണ്ടന്റിലേ ചെയ്യൂ. അപ്പം വലിയ ഇതൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതന്നെ പറഞ്ഞു, എന്നാ മരം വീണ് കേട്ടാ, മരം കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ച് മരം വീടുന്നതിന്റെ റീൽസ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്ന ഇതെല്ലാം ചെയ്ത് തന്നപ്പോ എനിക്ക് ഇതിനൊക്കെ തോന്നി, ഇതിനൊക്കെ ഒരു കാര്യം ചെയ്യാം, പുള്ളിയിരുത്തി ഇതിനൊക്കെ ഒരു ചലഞ്ച് ആയിട്ട് കൊടുക്കാം. അപ്പൊ മരം വീണ് താഴെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ കയറുന്നതിന് മുമ്പ് ഫസ്റ്റില് പോയി വേറൊരു മരം എടുത്തപ്പം ചോദിച്ചു, എന്നാ ഈ മരം എത്ര മണിക്കകത്ത് തീരുവാണ്? അപ്പോഴത്തേക്ക് പുള്ളി പറയാൻ ഇതൊരു ഞാൻ ചോദിച്ചു 1 മണിക്കകത്ത് വീഴും. അപ്പൊ പറഞ്ഞ ഇല്ല, ഒരു 12-12:30 അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളി എടുത്ത് 12:30 തീരുകയാണെങ്കിൽ ശമ്പളത്തിന്റെ പൈസയുടെ കൂടെ 1 ക്വാർട്ടറിനുള്ള പൈസ പ്ലസ്. ഇപ്പൊ ക്വാർട്ടറിന് 200 രൂപയാണ്. അപ്പം പുള്ളി എന്തായാലും അത് കിട്ടിയാലും ഇല്ലായാലും ചെയ്യും. പക്ഷെ അത് പറഞ്ഞപ്പോ കുറച്ചും കൂടെ ഒന്ന് എനർജി കൂടി നോർമലായിട്ട് വീഡിയോ ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ എല്ലാ വീഡിയോസിനും നമ്മള് ലാസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കും. അത് അങ്ങനെ കൊടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഈ പുള്ളി ലാസ്റ്റ് സമയം ചെയ്യും. കാരണം 12:30 ആയി, മരം വീണ. അപ്പോഴത്തേക്ക് പറയും 12:15 മരം വീണെന്ന് പറയും. എന്നിട്ട് ഞാൻ ഒരു ക്യാപ്ഷൻ കൊടുക്കും, സാലറി പ്ലസ് 200 രൂപ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുക്കും. ഭയങ്കരമായിട്ട് ഇതെങ്ങനെയാ സജീവണ്ണ ഇത്ര കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 മണിക്ക് വീണോന്ന് ചോദിച്ചാൽ 12:50 ആകുമ്പോ തീർത്തിരിക്കും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? ഒരു മരം കാണുമ്പോൾ നമുക്കൊരു കണക്കൂട്ടൽ. അതെ, എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ? ശ്രദ്ധയാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇൻസ്റ്റന്നല്ല യൂട്യൂബ് ഒക്കെ ഉണ്ട്, വരുമാനം കിട്ടി തുടങ്ങിയോ? നമുക്ക് സമയമില്ല. കാര്യം വെച്ചാൽ പറഞ്ഞില്ല, ഇപ്പൊ ഞാനിത് റീൽസ് ആയിട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കിപ്പം യൂട്യൂബിന്റെ കാര്യം നോക്കാം, ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം സെപ്പറേറ്റ് നോക്കാം. ഞാൻ ഇവരോട് വർക്ക് ചെയ്യില്ലേ. അപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം യൂട്യൂബിൽ നിന്നുള്ള ഇതിന് വീഡിയോസ് ചെയ്യാനുള്ള സമയമില്ല. ഇൻസ്റ്റയ്ക്കകത്ത് തന്നെ റീൽ ഇടുന്നത് ഞാൻ വെളുപ്പിലെ 3 മണി വരെ ഇരുന്നിട്ടാണ് ഒരു വീഡിയോ തീർക്കുന്നത്. വർക്ക് 10 മണിക്കാവും തീരുമ്പോൾ. അപ്പം ഇൻസ്റ്റയ്ക്കകത്ത് നിന്ന് പേയ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയ്ക്കകത്ത് നിന്ന് ഇപ്പൊ ആഡ് ചെയ്തല്ലേ, നമ്മളാകെ 2 വീഡിയോസ് ചെയ്തല്ലോ. നമുക്കൊന്നാമത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, നല്ല കിട്ടുകയാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഈ ആഡ് ചെയ്യുന്നതിന്റെ അകത്ത് നിന്ന് പ്രോഡക്റ്റ് പ്ലസ് തുച്ഛമായ പൈസ കിട്ടുന്ന, അപ്പൊ അത് കിട്ടുന്ന പൈസയിൽ എന്തായാലും ശരി നമ്മളിൽ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് വരണമെന്നില്ല. ഇവർക്ക് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള പൈസ കൊടുക്കും. ഇപ്പം അവനായാലും ശരിയാണ്, എല്ലാവർക്കും അതിന്റെ ചെറിയ ശതമാനം കൊടുക്കും. നമുക്ക് ഇതൊന്നും അല്ല, അവർക്ക് ഒന്നാമത്തെ കാര്യം തോന്നില്ല, അവർക്ക് ഈ പേയ്മെന്റിന്റെ അല്ല,
അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അവരെല്ലാവരും ഇപ്പൊ സെലിബ്രിറ്റിയാ. കാര്യം വെച്ചാൽ എന്താ അവരെ ആഗ്രഹം എന്തിനായിരുന്നു, അവര് ജന്മത്തോലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു, ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ വരാനുള്ള ഒരു ഇത് വന്നില്ല. അപ്പൊ നമ്മളിവിടെ ഇത്രയും ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ ഉള്ളിലുള്ള ഒരാൾക്കാരാ. അപ്പൊ നിങ്ങൾ ഇത്രയും സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് നമ്മളെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് തന്നെ അവർക്ക് സന്തോഷം, അവർക്ക് അത് മതി. അവർക്ക് പേയ്മെന്റ് ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഒരാൾക്കാർ കാണുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമല്ലേ, അല്ലെ പറയാല്ലേ നിനക്ക് ഞാൻ ഇന്നക്ക് ഇന്ന ഇതില് ഷോയിൽ പോയി എന്ന് പറയുന്നത് ഓരോരുത്തരെ നമ്പർ ചോദിക്കും. നമ്പർ ചോദിച്ച് ഇത് ഉള്ള ഉപയോഗം വെച്ചാൽ ഓരോരുത്തർ വിളിച്ചിട്ട് ഇപ്പം കോട്ടയത്തായിരിക്കും, ചിലപ്പോൾ മറ്റേ കൊച്ചിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കും. കാസർഗോഡ് നിന്ന് ഇപ്പം ഒരാൾ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ഒരു ചോദിക്കുന്ന ഒരേ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയാം എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അവരെ വിളിച്ചായിരുന്നു. എന്തൊരാവശ്യം നിങ്ങൾക്ക് എന്തൊരാവശ്യം വന്നാലും നിങ്ങൾ അവിടെ വന്നാൽ വിളിച്ചാൽ. ഇനിയിപ്പോ ഞങ്ങളും ഉണ്ട് കൊച്ചിയിൽ, നിങ്ങൾക്ക് പോരാ. നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് പണിക്ക് വിളിച്ചാൽ എവിടുന്നാണ്, വയനാട്ടിൽ ഇതിപ്പോ ഒരു ശല്യം എന്ന് പറയുന്നത് മാത്രമല്ല, എവിടെ ചെന്നാലും നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തും. കൊച്ചു പിള്ളേർ ഓടി വന്ന് വെള്ളം മാറ്റി തരും. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ വേറെ ആള് നമ്മളറിയുന്ന ആളല്ല, അയാൾ നമ്മളെ വണ്ടി കണ്ടോട്ട് ആൾ ഓടി വന്നിട്ട് വലിയ 2 കുപ്പി പെപ്സിയും ചപ്പവും ചാറും എല്ലാം സ്നേഹം കൊണ്ട് അങ്ങ് പൊതിയാണ്. അങ്ങനെയുള്ള ഈ കൊച്ചു പിള്ളേരൊക്കെ വെള്ളം മാറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാലേ അതാണ് എന്റെ ഒരു ഭയങ്കര സ്നേഹം. അതേപോലെ ചിലര് പൈസക്ക് വിളിക്കുന്നവരുണ്ട്, ചേട്ടാ കണക്ക് ഒരു 1000 രൂപ 500 രൂപ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റോ പാട്ടോ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഉണ്ടാവുമല്ലോ? പാട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. നമ്മള് റീൽ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മളൊരു കണ്ടന്റ് നമ്മളെല്ലാരും കൂടി ഇതൊക്കെ ഇരുന്ന് പറയും. ഇപ്പൊ ചേട്ടനായിരിക്കും ചില ദിവസം കണ്ടന്റ് വരുന്ന കണ്ടന്റ് ചേട്ടൻ പറയുമ്പോ ഇവൻ പറയണ അതിന്റെ അകത്ത് അങ്ങനെ കൂടി കയറ്റി അവരെന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാരും കൂടി ചെയ്താണ് കണ്ടന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് തന്നെ എന്റർടൈൻമെന്റ്. ഇത് മാത്രമുള്ള എന്റർടൈൻമെന്റ്, പണി മാത്രം. വേറെ ഒന്നുമില്ല. അവരെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴേ അവർക്ക് അറിയാം ആ വീഡിയോ എന്തായാലും പിറ്റേന്നത്തെ മാറ്റിക്കില്ല, അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് രാവിലെ വരുമ്പോ അവർക്ക് കാണണം. എന്നിട്ട് അവര് തന്നെ കണ്ടിട്ടിരുന്ന് പറയണ്ട ഇങ്ങനെ കാണിക്കുന്നത് അതാണ് ഇതാണെന്ന് അവർക്ക് സന്തോഷം. ഇതൊക്കെയാണ് സന്തോഷം. ഇവര് ചെയ്ത ഒറ്റ പണി വേറെ ഇത് മാത്രമേ ഉള്ളൂ. ഇവർ 2 ജോലിക്കാർ കൂടി മലയാളിയെ ഒരു തെങ്ങിന്തായിട്ട് നമ്മൾ കെട്ടിയെടുത്ത് കൃഷ്ണന്റെ ഒരു അതൊരു റീൽ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഇതിനൊക്കെ സജീവണ്ണത്തിനും ചോദിക്കും, അണ്ണാ സജീവണ്ണ നമുക്ക് നമ്മളെ മുതലാളിനെ തെങ്ങിന്റെ മേലിൽ ഇരുത്തിക്കൊണ്ട് പോവാന്ന് ചോദിക്കും. അപ്പോഴത്തേ പുള്ളി പറയാം 10 അടിയുടെ തെങ്ങിന് തന്നെ നല്ല വെയിറ്റ് കാണത്തില്ലേ. അപ്പം പുള്ളി പറയാ എന്നെന്താ പോവാലെന്ന് പറയും. എന്നിട്ട് അപ്പൊ അടുത്ത ഷോട്ടിൽ എന്ന് പറഞ്ഞത് ഞങ്ങൾ 2 പേരും തെങ്ങെടുക്കുന്നു, അതിന്റെ സെന്ററിൽ ചേട്ടൻ മേലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇരിക്കുന്നിരുന്ന പാട് നമ്മളിപ്പം പിടിച്ച സ്ഥലമൊന്നുമില്ല, കൊണ്ടുപോയി വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയി. ആദ്യം ആ വീഡിയോ ആദ്യം ചെയ്യാൻ നിന്ന മാമനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദിവസം വന്നില്ല. അങ്ങനെയാണ് പിന്നെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.